ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസം പിന്നിട്ടിട്ടും കോടികൾ മുടക്കി നിർമ്മിച്ച കാസർഗോഡ് തൃക്കരിപ്പൂർ നടക്കാവിലെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം കോംപ്ലക്സ് അടഞ്ഞുകിടക്കുന്നു. വൻ പ്രഖ്യാപനങ്ങളോടെ മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി നടന്നുവെന്നും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ആരോപിച്ചു. ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് എന്നതടക്കം ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതിനിടെ അടുത്ത മാസം 7-ന് നിയമസഭയുടെ യുവജനകാര്യ സബ് കമ്മിറ്റി സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തും. നാളെ ദേശീയ കായിക ദിനമാണ്. ഈ കായിക ദിനത്തിലാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടും തുറന്നു കൊടുക്കാത്ത ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ഞാൻ നിൽക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലെ നടക്കാവ് ഇൻഡോർ സ്റ്റേഡിയമാണ്. മാസങ്ങൾ 6 കഴിഞ്ഞിട്ടും മറ്റ് കായിക പരിപാടികൾക്കോ കായിക പ്രേമികൾക്കോ തുറന്നു കൊടുക്കാത്ത കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയം. $29 കോടി ചെലവഴിച്ച സ്റ്റേഡിയം 2026 ഫെബ്രുവരിയിലാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടും സാങ്കേതിക തടസ്സങ്ങൾ മാറാതെ അടഞ്ഞുകിടക്കുകയാണ് ഒരു നാടിന്റെ കായിക സ്വപ്നമായ ഈ സ്റ്റേഡിയം. UDF ഭരണത്തിന് 100-ാം ദിനം പിന്നിടുമ്പോഴും സ്റ്റേഡിയം തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമായില്ല. തൃക്കരിപ്പൂർ നടക്കാവ് വലിയ കൂവൽ മൈതാനിയിൽ ഗ്രാമപഞ്ചായത്ത് കൈമാറിയ 6.5 ഏക്കർ ഭൂമിയിൽ 3 ഏക്കറിലാണ് സ്റ്റേഡിയം സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിലുള്ള ടർഫിന് പടിഞ്ഞാറും കിഴക്കും ഭാഗങ്ങളിലായി പണിയുന്ന സ്റ്റേഡിയം എല്ലാ കായിക വിനോദങ്ങൾക്കായും ഒരു കുടക്കീഴിൽ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, കബഡി, ടേബിൾ ടെന്നീസ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഗെയിം ഇനങ്ങൾക്ക് സൗകര്യം സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക എന്ന തരത്തിലായിരുന്നു നിർമ്മാണം. സിന്തറ്റിക് ടർഫ് ഇതിനോട് ചേർന്നായതിനാൽ അവിടെ ഫുട്ബോൾ മത്സരങ്ങൾക്കും പരിശീലനത്തിനും വേദിയാകുമെന്നായിരുന്നു അന്നുണ്ടായിരുന്ന പ്രഖ്യാപനം. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ഇപ്പോൾ 6 മാസമായിട്ടും അവിടെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതാണ് ടർഫ്, സിന്തറ്റിക് ടർഫ് ഫുട്ബോൾ കളിക്കാനുണ്ടായത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ടർഫൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, ടർഫ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ടർഫ് ഒരു 8 വർഷം അങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ആ വർഷം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റേണ്ട അവസ്ഥയായി. ഇൻഡോർ സ്റ്റേഡിയവും ഇപ്പം തീരെ ഉപയോഗിക്കുന്നില്ല, അല്ല പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. പിന്നെ ഇപ്പുറം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെങ്ത്തിലൊക്കെ ചെയ്തതാണ്. അതും ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. 6 മാസമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വിപുലമായിട്ട് ഇത്രയും നല്ലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. സ്വിമ്മിംഗ് പൂളും ഉന്നത നിലവാരത്തിലുള്ള കൺവെൻഷൻ സെന്ററും എന്നതായിരുന്നു പദ്ധതിയിൽ ആദ്യം. ഇത് പിന്നീട് ഇൻഡോർ സ്റ്റേഡിയത്തിലും സ്വിമ്മിംഗ് പൂളിലും ഓഫീസ് സമുച്ചയങ്ങളിലും മാത്രം ഒതുങ്ങി. 6 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ധൃതി പിടിച്ച് ഭാഗികമായി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ സർക്കാരെന്നും നിർമ്മാണത്തിലെ ഗുണനിലവാരം സംബന്ധിച്ച് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഈ പദ്ധതി നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതുൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ പറഞ്ഞു. ഗാലറി ഇരുന്നാൽ കളി കാണാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഗാലറി നിറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയം ആണല്ലോ, എയർ വെന്റിലേഷൻ സിസ്റ്റം ഇല്ല, ആളുകൾക്ക് ശ്വാസം മുട്ടും. ഈ എയർ വെന്റിലേഷൻ സിസ്റ്റം ഇല്ല എന്ന പോരായ്മ മറികടക്കാൻ വേണ്ടി ഇൻഡോർ സ്റ്റേഡിയത്തിന് ജനലുകൾ വെച്ചു. അപ്പം ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മാനദണ്ഡ പ്രകാരം സൂര്യപ്രകാശം അകത്ത് കിടക്കാൻ പാടില്ല. അപ്പോൾ അതൊരു പോരായ്മയായി ചൂണ്ടിക്കാണിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിന് മുഴുവൻ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചു. 4 ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മുഴുവൻ പൊട്ടും. ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൊടിയ അഴിമതി നടന്നിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് സ്പോർട്സ് വകുപ്പാണ്. അത് മെസ്സിയെ കൊണ്ടുവരൽ മുതൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കൽ അടക്കം ഈ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ കൊടിയ അഴിമതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷണം ആവശ്യമുണ്ട്. സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ നിയമസഭാ യുവജനകാര്യ സബ് കമ്മിറ്റി സെപ്റ്റംബറിൽ സ്റ്റേഡിയ പരിശോധനയ്ക്കെത്തും. സെപ്റ്റംബർ 7-ന് സ്റ്റേഡിയത്തിൽ എത്തുന്ന MLA-മാരുടെ സംഘത്തിൽ നിർമ്മാണ വിദഗ്ധരുമുണ്ടാവും. സ്റ്റേഡിയത്തിന് പല തരത്തിലുള്ള ഫിറ്റ്നസ് ലഭിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയെന്ന ആരോപണവും സംഘം പരിശോധിക്കും. കാസർഗോഡ് ജില്ലയിലെ സമഗ്ര കായിക വികസനം ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് ശേഷവും ഇത് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് അടിയന്തരമായി സ്റ്റേഡിയവും അനുബന്ധ സൗകര്യങ്ങളും തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും ആവശ്യം. തൃക്കരിപ്പൂർ നടക്കാവിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.